അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത്. തസ്ബീഹ് നിസ്കാരം 4 റക്അത്തുള്ള ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണിത്. തസ്ബീഹ് 4ഉം ഒന്നിച്ച് ഒറ്റ സലാം കൊണ്ടോ ഈ 2 റക്അത്തുകളായി 2 സലാം കൊണ്ടോ നിസ്കാരം പൂർത്തിയാക്കാം. എന്നാൽ രാത്രിയിൽ ഈ 2 റക്അത്തായും പകലിൽ ഒറ്റ സലാം കൊണ്ടും നിസ്കരിക്കലാണ് ഉത്തമം. ഒരു റക്അത്തിൽ 75 എന്ന തോതിൽ 4 റക്അത്തുകളിലായി മൊത്തം 300 തസ്ബീഹുകളാണ് ഈ നിസ്കാരത്തിനുള്ളത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നാണ് ചൊല്ലേണ്ടത്. ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞ ശേഷം 15 തവണയും റുകൂഇൽ 10, ഇഅ്തിദാലിൽ 10, 2 സുജൂദുകളിലും ഇടയിലെ ഇരുത്തത്തിലും 10 വീതം, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലോ അഥവാ 2ാം സുജൂദിൽ നിന്നുയർന്ന് സൂറത്തിലേക്ക് നൃത്തത്തിലേക്ക് പോകും മുമ്പുള്ള അല്പനേരത്തെ ഇരുത്തമാണ്. അല്ലെങ്കിൽ അത്തഹിയാത്തിൻ്റെ ഇരുത്തത്തിലോ 10 എന്നിങ്ങനെ 75 തസ്ബീഹുകൾ. ഇവയിലെല്ലാം സുന്നത്തുള്ള ദിക്റുകൾക്ക് ശേഷമാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്. എന്നാൽ 2-4 റക്അത്തുകളിൽ അത്തഹിയാത്ത് ഓതുന്നതിന് മുമ്പാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്. സുജൂദിൽ നിന്നുയർന്ന് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് തക്ബീർ ചൊല്ലേണ്ടത്. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ 10 തവണ തസ്ബീഹ് ചൊല്ലിയ ശേഷം അടുത്ത റക്അത്തിലേക്ക് നിൽക്കുമ്പോൾ തക്ബീർ അഥവാ അല്ലാഹു അക്ബർ സുന്നത്തില്ല. ഫാത്തിഹയ്ക്ക് മുമ്പ് 15ഉം ശേഷം 10ഉം തസ്ബീഹുകളും ചൊല്ലാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലെ തസ്ബീഹ് ഒഴിവാക്കാം. ഏതെങ്കിലും ഒന്നിലുള്ള തസ്ബീഹ് മറന്നാൽ ശേഷമുള്ള പ്രവൃത്തിയിൽ അവ വീണ്ടെടുക്കണം. എന്നാൽ ഇഅ്തിദാല്, 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്നിവയിൽ അവയിലുള്ള തസ്ബീഹ് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ. മുമ്പുള്ള പ്രവൃത്തിയിൽ മറന്നത് ഇവയിൽ വീണ്ടെടുക്കാൻ പാടില്ല. കാരണം ഇവ 3ഉം ഹ്രസ്വമായ പ്രവൃത്തികളാണ്. ഇവയ്ക്ക് ശേഷമുള്ള പ്രവൃത്തിയിലാണ് നേരത്തെ മറന്ന തസ്ബീഹുകൾ കൊണ്ടുവരേണ്ടത്. അതായത് റുകൂഇലെ തസ്ബീഹ് ഉപേക്ഷിച്ചാൽ ഇഅ്തിദാലിൽ അവ ചൊല്ലരുത്. അതിനുശേഷമുള്ള ദീർഘപ്രവൃത്തിയായ സുജൂദിൽ 20 എണ്ണം ചൊല്ലുക. 1ാം സുജൂദിലെ തസ്ബീഹ് ഉപേക്ഷിച്ചാൽ ഇടയിലെ ഇരുത്തത്തിലല്ല 2ാം സുജൂദിലാണ് അവ വീണ്ടെടുക്കേണ്ടത്. 2ാം സുജൂദിലേത് മറന്നാൽ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലല്ല തഹിയ്യാത്തിലോ ശേഷമുള്ള നൃത്തത്തിലോ കൊണ്ടുവരണം. തസ്ബീഹ് ഉപേക്ഷിച്ചെന്ന് ഓർമ്മയായ ശേഷം മുമ്പത്തെ പ്രവൃത്തിയിലേക്ക് മടങ്ങി അത് നിർവഹിക്കാൻ പാടില്ല. തസ്ബീഹിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നാൽ നിസ്കാരം നിഷ്ഫലമാകുകയോ തസ്ബീഹ് നിസ്കാരമായി പരിഗണിക്കപ്പെടാതിരിക്കുകയോ ഇല്ല. എന്നാൽ തസ്ബീഹ് പൂർണ്ണമായും ഉപേക്ഷിച്ചാൽ നിരുപാധികം സുന്നത്ത് നിസ്കാരമായി ഗണിക്കും. സാധ്യമെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ മാസത്തിലോ വർഷത്തിലോ 1 തവണയെങ്കിലും ഈ നിസ്കാരം നിർവഹിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കാൻ ശ്രമിക്കണം. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തസ്ബീഹിന് ശേഷമുള്ള പ്രാർത്ഥന അറിയുമെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക തൗഫീഖ അഹ്ലിൽ ഹുദാ വ അഅമാല അഹ്ലിൽ യഖീൻ വ മുനാസഹത്തൽ അഹ്ലിത് തൗബ وعزم أهل الصبر وجد أهل الخشية وطلب أهل الرغبة وتعبد أهل الورع وإرفان أهل العلم على أخافك. اللهم إني أسألك مخافة تعجزني عن معاصيك حتى أعمل بطاعتك عملا نستحق به رضاك وحتى أناصحك بالتوبة خوفا منك وحتى أخلص لك النصيحة حياء منك وحتى أتوكل عليك في الأمور كلها وحسن الظن بك سبحانك خالق النار. ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير برحمتك يا أرحم الراحمين. ഇൻഷാ അല്ലാഹ് തസ്ബീഹ് ചൊല്ലി അള്ളാഹുലേക്ക് അടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ഇൻഷാ അല്ലാഹ് അറിയിക്കുക. അള്ളാഹു തആല വേണ്ടതുപോലെ വേണ്ട കർമ്മങ്ങൾ ചെയ്ത് കബൂൽ ചെയ്ത് അള്ളാഹു തആല കബൂൽ ചെയ്ത് സ്വീകരിച്ച് നരകമോചനം നൽകി സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ദുആ വസിയത്തോടുകൾ എല്ലാവർക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.